നമസ്കാരം. KSIDC ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന ഹർജിയിൽ സ്റ്റേ ഹർജിയിൽ തന്റെ വാദം കൂടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൂടി അതിൽ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് BJP നേതാവായ ഷോൺ ജോർജ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരിക്കുന്നു. മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കേരള സംസ്ഥാനത്തിന്റെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള KSIDC എന്ന സ്ഥാപനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. KSIDCയിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എത്താനുള്ള സാഹചര്യം വീണ വിജയൻ കോഴ വാങ്ങി എന്ന് പറയപ്പെടുന്ന CMRL എന്ന കമ്പനിയിൽ KSIDCക്ക് 13% ഓഹരികളാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL എന്ന കമ്പനി കോഴയായി 1,72,00,000 രൂപ കൊടുക്കുമ്പോൾ ഈ 1,72,00,000 രൂപ കൊടുക്കുന്ന വിവരം KSIDCയിൽ ഉള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് CMRLന്റെ ബോർഡിൽ ഉള്ള സമയത്ത് തന്നെയാണ് ഈ തീരുമാനങ്ങൾ നടക്കുന്നത്. സുപ്രധാനമായ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ തീർച്ചയായും KSIDCയുടെ പ്രതിനിധികളായ സർക്കാരിന്റെ പ്രതിനിധികളായ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് CMRLന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് ഉള്ളപ്പോൾ തീർച്ചയായും ഇത്തരം തീരുമാനങ്ങൾ അവർ കൂടി അറിഞ്ഞിട്ടുണ്ടാകാം. അതിനാൽ CMRLൽ 13% ഓഹരിയുള്ള KSIDCയിലേക്ക് കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് KSIDCയിൽ റെയ്ഡുമായി എത്തിയത്. എന്നാൽ യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ ഇതുപോലെ തങ്ങളുടെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്താൻ സാധിക്കില്ല എന്നും അവർ ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കാനാവില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ റെയ്ഡ് ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു KSIDC കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി ഫയൽ ചെയ്തിരുന്നത്. എന്നാൽ സ്റ്റേ ഹർജി ഫയലിൽ സ്വീകരിച്ച ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ചോദ്യമാണ് KSIDCയുടെ അഭിഭാഷകനോട് ചോദിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കുവാനുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസായ ദേവൻ രാമചന്ദ്രൻ KSIDCയുടെ അഭിഭാഷകനോട് ചോദിച്ചത്. എന്നാൽ ഞങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ലെന്നും തീർച്ചയായും നിയമവിരുദ്ധമായ രീതിയിൽ ഒരു നോട്ടീസ് പോലും തരാതെ മുന്നറിയിപ്പില്ലാതെയാണ് ഇത്തരം ഒരു റെയ്ഡുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് KSIDCയിൽ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് തങ്ങൾ ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 ദിവസത്തേക്കെങ്കിലും ഇത് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യമായി തന്നെയാണ് KSIDC ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇതിൽ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്റെ കൂടി വാദം കേൾക്കണം, തന്നെ കൂടി ഇതിൽ കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഷോൺ ജോർജ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് വിലപ്പെട്ട പല രേഖകളും സമർപ്പിക്കുവാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട്. താൻ ഈ കേസിൽ, അതായത് വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി 1,72,00,000 CMRL നിന്ന് കൈപ്പറ്റിയത് മാസപ്പടി തന്നെയാണ്, കോഴയാണ്. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം മാത്രം പോരാ, അതിലൂടെ സത്യങ്ങൾ മുഴുവൻ വെളിയാകില്ല എന്നുള്ളത് കൊണ്ട് താനാണ് ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ഹർജി നൽകിയിരുന്നത് എന്നാണ് ഷോൺ ജോർജ് ഈ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ KSIDCയുടെ സ്റ്റേ ഹർജി പരിഗണിക്കുമ്പോൾ തന്റെ കൂടി വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ കൂടി കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും KSIDC സമർപ്പിച്ചിരുന്ന സ്റ്റേ ഹർജിയിൽ ഹൈക്കോടതി വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ഈ വരുന്ന 26-ാം തീയതി അത് പരിഗണിക്കും എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അറിയിച്ചിരുന്നത്. ആ 26-ാം തീയതി തന്നെ, അതായത് വരുന്ന തിങ്കളാഴ്ച തന്നെയാണ് ഷോൺ ജോർജിന്റെ അപേക്ഷയും ഹൈക്കോടതി പരിഗണിക്കുക. അതായത് KSIDCയുടെ സ്റ്റേ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന അവസരത്തിൽ തന്നെ ഷോൺ ജോർജിന്റെ അപേക്ഷയും പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ, അതായത് മാസപ്പടി വിഷയത്തിൽ നിരവധി സങ്കീർണമായ തെളിവുകളാണ്, രേഖകളാണ് ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തന്റെ കൂടി വശം ഈ കേസിൽ കേൾക്കണം, തന്റെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ഷോൺ ജോർജ് തന്റെ അപേക്ഷയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മാസപ്പടി വിവാദം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് CMRL എന്ന കമ്പനിയുമായി സേവന വേതന വ്യവസ്ഥ പ്രകാരമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നായിരുന്നു
ആദ്യകാലത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് ആരെയും ഭയമില്ല എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും വീണ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും അതുവഴി AKG സെന്ററിലേക്കുമെല്ലാം എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വിരളി പിടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിലാണ് KSIDCയിൽ നടക്കുന്ന റെയ്ഡ് ഏത് വിധേനയും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ KSIDC നൽകിയിരുന്ന സ്റ്റേ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുന്നു. ഈ സ്റ്റേ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കൂടി കേൾക്കണം എന്ന ഷോൺ ജോർജിന്റെ അപേക്ഷ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിരളി പിടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഈ കേസിൽ ഇനി ഏത് തരത്തിലുള്ള വഴിത്തിരിവുകളാണ് ഉണ്ടാകാൻ പോകുന്നത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എന്ത് ഉത്തരവാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നിർണായകം തന്നെയാണ്. എന്തായാലും വീണ വിജയൻ തന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കമ്പനിയിലേക്കും തന്നിലേക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരുന്ന സ്റ്റേ ഹർജി കർണാടക ഹൈക്കോടതി തള്ളുകയുണ്ടായി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയായിരുന്നു ഉത്തരവ്. ഇതുകൂടി ഷോൺ ജോർജ് തന്റെ അപേക്ഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കർണാടക ഹൈക്കോടതി വീണ വിജയന്റെ സ്റ്റേ തള്ളുകയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി KSIDCയുടെ ഹർജി പരിഗണിക്കുന്ന അവസരത്തിൽ തന്നെ കൂടി കേൾക്കണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. എന്തായാലും ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തന്നെ ഒരുപക്ഷെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള നടപടികളാവാം ഇനി മാസപ്പടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യത എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ CPM-ഉം പിണറായി വിജയനും വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ഷോൺ ജോർജ് വച്ചകാൽ പുറകോട്ടില്ല. പിണറായി വിജയനെയും വീണ വിജയനെയും അഴിയെണ്ണിച്ചിട്ട് അല്ലെങ്കിൽ നിയമ ലംഘനം ആരൊക്കെ നടത്തിയിട്ടുണ്ടോ അവരെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ജയിലിലാക്കും അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷോൺ ജോർജ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഷോൺ ജോർജിന്റെ അച്ഛനായ PC ജോർജിനെ 2 or 3 പ്രാവശ്യമാണ് പിണറായി വിജയന്റെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഇതിനുള്ള ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെന്ത് തന്നെയായാലും ഈ വരുന്ന 26-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ KSIDCയുടെ ഹർജി പരിഗണിക്കുമ്പോൾ ഷോൺ ജോർജിന്റെ അപേക്ഷയും പരിഗണിക്കപ്പെടും. അവിടെ ഹൈക്കോടതിയിൽ നിന്നും എന്ത് തരത്തിലുള്ള ഉത്തരവുകളാണ് ഉണ്ടാകാൻ പോകുന്നത്, അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.